ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഹാപ്പി ഇംഗ്ലീഷ്. ഇന്ന് നിങ്ങൾ എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുന്നതും അതുപോലെ കാത്തിരിക്കുന്നതും ഒരു ആക്ടിവിറ്റിയാണ്. അതേ ഇന്ന് നമുക്ക് കോളിംഗ് ആക്ടിവിറ്റിയാണ്. സോ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾ കോളിംഗ് ആക്ടിവിറ്റിയിൽ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, സോ നമ്മൾ ഇന്നലെ ഇതിൻ്റെ മുന്നേറ്റുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഡിഡ് അല്ലെങ്കിൽ വില്ലൊക്കെ ചേർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ. അതിൻ്റെ കൂടെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് ചേർക്കാം എന്ന് പഠിച്ചിരുന്നു. എന്നിട്ട് നിങ്ങളോട് കുറച്ച് സ്വന്തമായിട്ട് സെൻറ്റൻസസ് എല്ലാം ഫ്രെയിം ചെയ്യാൻ പറഞ്ഞു. സോ അവിടെ വരുന്ന ചെറിയൊരു മാറ്റം, ഓക്കെ, ഒരു ഒറ്റ വാക്കിൻ്റെ കൂടെ വരുന്ന മാറ്റമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചല്ലോ WH ക്വസ്റ്റ്യൻ്റെ കൂടെയൊക്കെ ഡിഡ് ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ. സോ ഈ ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്നല്ലേ. സോ ഇതും ഒരു WH ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ഹൂ എന്നുള്ളതിൻ്റെ സ്പെഷ്യാലിറ്റി ആണ് നമ്മൾ അതിൻ്റെ കൂടെ ഡിഡ് ചേർക്കാൻ പറ്റില്ല. ഓക്കെ, ഹൂ എന്നുള്ളതിൻ്റെ കൂടെ നമുക്ക് ഡിഡ് ചേർക്കാൻ പറ്റില്ല. മറിച്ച് ഹൂ എന്നുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ജസ്റ്റ് ആ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ നമ്മൾ മുന്നേ ഡിഡ് ചേർക്കുമ്പോൾ പാസ്റ്റ് ടെൻസ് ചേർത്തിരുന്നല്ലോ. സോ ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് പാസ്റ്റ് ടെൻസ് ചേർക്കാം ഹൂ എന്നുള്ളതിൻ്റെ കൂടെ മാത്രം. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ഇവിടെ നോക്കിയാൽ ഹൂടെ കൂടെ നമ്മൾ ഡിഡ് എന്നുള്ളത് പറ്റില്ല. ഹൂ ഗേവ് ആരാണ് നൽകിയത്. ഓക്കെ, ഗിവ് എന്നുള്ളത് നൽകുക, ഗേവ് നൽകി. സോ നമ്മൾ ഒരിക്കലും ഹൂ ഡിഡ് ഗിവ് എന്ന് ചോദിക്കരുത്, ഹൂ ഗേവ് എന്നാണ് ചോദിക്കുക. ഓക്കെ, അതുപോലെ ഹൂ ടോൾഡ് യു നിന്നോട് ആരാ പറഞ്ഞത്. ഹൂ ടോൾഡ് യു നമ്മൾ പറയില്ലേ നിന്നോട് ആരാ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കില്ലേ. സോ ഹൂ ടോൾഡ് യു എന്നാണ് നമ്മൾ ചോദിക്കുക. ഓക്കെ, ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. അവിടെ ഒരിക്കലും നിങ്ങൾ ഡിഡ് ടെൽ എന്നൊന്നും ഉപയോഗിക്കരുത്. ഹൂ എന്നായതുകൊണ്ട് ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് ഹൂ സെഡ് അതും ആരാണ് പറഞ്ഞത് എന്ന് തന്നെയാണ്. എന്നാൽ എന്താണ് ഡിഫറൻസ്? ഇവിടെ ഹൂ ടോൾഡ് യു, ഇവിടെ ഹൂ സെഡ്. ഇത് രണ്ടിനും വരുന്ന വ്യത്യാസം എന്താണ്? രണ്ടും ആരാ പറഞ്ഞത് എന്ന് തന്നെയാണ്. പക്ഷെ ഹൂ ടോൾഡ് യു നിന്നോട് ആരാണ് പറഞ്ഞത്. ഓക്കെ, അവിടെ നമ്മൾ നിന്നോട് ആ ഒരു റിസീവറിനെ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ടോൾഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ആരോട് എന്നുള്ളത് മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ടോൾഡ് ആണ് ഉപയോഗിക്കുന്നത്. ആരോട് എന്നുള്ളതൊന്നും പറഞ്ഞില്ലെങ്കിൽ അവിടെ സെഡ് ആണ് ഉപയോഗിക്കുക. അതായത് മഴ പെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, മഴ പെയ്യുമെന്ന് അവൻ പറഞ്ഞു. ഹി സെഡ് ഇറ്റ് വിൽ റെയിൻ. മഴ പെയ്യുമെന്ന് അവൻ പറഞ്ഞു. ഹി സെഡ് ഇറ്റ് വിൽ റെയിൻ. പക്ഷേ മഴ പെയ്യുമെന്ന് അവൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ കണ്ടോ, റിസീവർ അമ്മ അവിടെ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവിടെ സെഡ് അല്ല ടോൾഡ് ആണ് ഉപയോഗിക്കുക. ഹി ടോൾഡ് മോം ദാറ്റ് ഇറ്റ് വിൽ റെയിൻ. ഹി ടോൾഡ് മോം ഇറ്റ് വിൽ റെയിൻ. ഓക്കെ, അവൻ ഉമ്മയോട് അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞു മഴ പെയ്യുമെന്ന്. സോ അവിടെ റിസീവർ ആയിട്ടുള്ള അമ്മേനെ മെൻഷൻ ചെയ്തപ്പോൾ നമ്മൾ ടോൾഡ് ഉപയോഗിച്ചു, മുന്നേ മെൻഷൻ ചെയ്യാത്തപ്പോൾ നമ്മൾ സെഡ് ഉപയോഗിച്ചു. ഇതാണ് സെയിം മീനിങ് ആണ്. ഈ രണ്ട് വാക്കിനും യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഡിഫറൻസ്. ഓക്കെ, അടുത്തത് ഹൂ വോൺ എന്ന് വെച്ചാൽ എന്താ? ജയിച്ചത് അല്ലേ. വിൻ ജയിക്കുക, വോൺ ജയിച്ചു. സോ ഹൂ വോൺ ആരാണ് ജയിച്ചത്, ആരാണ് ജയിച്ചത്. നമ്മളൊരു മത്സരമൊക്കെ കഴിയുമ്പോൾ പോയി ചോദിക്കില്ലേ ഹൂ വോൺ ആരാ ജയിച്ചേ. സോ അതാണ് വോൺ. ഇനി ഹൂ കോൾഡ് നൗ ഇപ്പം ആരാ വിളിച്ചേ. ഹൂ കോൾഡ് നൗ ഇപ്പോൾ ആരാ വിളിച്ചേ. ഹൂ കോൾഡ് നൗ ഇപ്പോൾ ആരാണ് വിളിച്ചത്. സോ കോൾഡ് എന്നുള്ളത് വിളിച്ചു, നൗ ഇപ്പോൾ. ഓക്കെ, സോ ഹൂ കോൾഡ് നൗ ഇപ്പോൾ ആരാ വിളിച്ചത്. സോ മനസ്സിലായോ? നമ്മൾ ഹൂവിൻ്റെ കൂടെ ഒരിക്കലും ഡിഡ് ഉപയോഗിക്കരുത്. അവിടെ നമ്മൾ വേർബിൻ്റെ V2 ഫോം അതായത് പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു പോയ രൂപമാണ് ഉപയോഗിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന കോളിംഗ് ആക്ടിവിറ്റി. ഓക്കെ, സോ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനറെ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. സോ ഇന്ന് നമ്മൾ എന്ത് സംസാരിക്കുക ട്രെയിനറുമായിട്ട്? നമുക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വേണ്ടേ? ഓക്കെ, സോ നമ്മൾ ഇന്നലെ അതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചത് വെച്ചിട്ടുള്ള ഒരു കോളിംഗ് ആക്ടിവിറ്റിയാണ് ഇത്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ ട്രെയിനറോട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഓക്കെ, സ്വന്തമായിട്ട് ഫ്രെയിം ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഇവിടെ ഒരു മോഡലിന് ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ രീതിയിലുള്ള
ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ചെറിയ ചെറിയ കഥകൾ, ചെറിയ ചെറിയ അനുഭവങ്ങൾ ഒക്കെ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞു തുടങ്ങുക. ചിലപ്പോൾ നിങ്ങൾക്ക് മൊത്തമായിട്ട് ഇംഗ്ലീഷിന് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണമെന്നില്ല. സോ നിങ്ങൾ പറഞ്ഞു തുടങ്ങുക. അതിൽ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ സ്റ്റോപ്പ് ആവുന്നത്, എന്തിൻ്റെ ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് അറിയാത്തത്, അതെല്ലാം നിങ്ങളുടെ ട്രെയിനർ നിങ്ങളെ കറക്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം, ധൈര്യമായിട്ട് വിളിച്ചോളൂ. ഓക്കെ, വിളിച്ച് സംസാരിക്കുക. ഇവിടെ ഞാനൊരു ജസ്റ്റ് മോഡലിന് തന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മീ? നമ്മൾ മുന്നേ ക്ലാസ്സിൽ പഠിച്ചതാണ്. നിനക്കെന്നെ മനസ്സിലായോ? ഡിഡ് യു ഗോ ടു കണ്ണൂർ ടുഡേ? നീ ഇന്ന് കണ്ണൂരിലേക്ക് പോയോ? ഡിഡ് യു ഗോ ടു കണ്ണൂർ ടുഡേ? നീ ഇന്ന് കണ്ണൂരിലേക്ക് എങ്ങാനും പോയോ? ഡിഡ് യു അറ്റൻഡ് ദി ഓൺലൈൻ മീറ്റിംഗ്? നിങ്ങൾ ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോ? ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനറോട് ചോദിക്കാം. ഓക്കെ, ഡിഡ് യു അറ്റൻഡ് ആൻ ഓൺലൈൻ മീറ്റിംഗ് ടുഡേ? ഇന്ന് നിങ്ങളൊരു ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോ? വിൽ യു ഗോ ടു കൊച്ചിൻ ടുമോറോ? നാളെ നിങ്ങൾ കൊച്ചിയിലേക്ക് പോവോ? വിൽ യു ഗോ ടു കൊച്ചിൻ ടുമോറോ? നാളെ നിങ്ങൾ കൊച്ചിയിലേക്ക് പോവോ? ഡിഡ് യു കോൾ യുവർ മോം ടുഡേ? ഡിഡ് യു കോൾ യുവർ മോം ടുഡേ? നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ ഇന്ന് വിളിച്ചോ? ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ മാതാവിനെ ഇന്ന് വിളിച്ചോ? ഡിഡ് യു കോൾ യുവർ മോം ടുഡേ? ഇനി നമുക്ക് നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യന്, ഡിഡ് യു ഗെറ്റ് സാലറി? ഡിഡ് യു ഗെറ്റ് സാലറി? നിങ്ങൾക്ക് സാലറി കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റഹീം ടോൾഡ് മീ യു ബോട്ട് എ കാർ. ഇസ് ഇറ്റ് ട്രൂ? റഹീം ടോൾഡ് മീ, റഹീം എന്നോട് പറഞ്ഞു, യു ബോട്ട് എ കാർ, നിങ്ങളൊരു കാറ് മേടിച്ചു എന്ന്. ഇസ് ഇറ്റ് ട്രൂ? അത് സത്യമാണോ? ഇസ് ഇറ്റ് ട്രൂ എന്ന് ചോദിച്ചാൽ സത്യമാണോ? സോ റഹീം എന്നോട് പറഞ്ഞു നിങ്ങളൊരു കാറ് മേടിച്ചു എന്ന്, അത് സത്യമാണോ? റഹീം ടോൾഡ് മീ യു ബോട്ട് എ കാർ, ഇസ് ഇറ്റ് ട്രൂ? അപ്പോൾ നിങ്ങൾക്ക് സത്യമാണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ട്രെയിനറോട് അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, അടുത്തത്, റഹീം ടോൾഡ് മീ യു ആർ മാരീഡ്, ഇസ് ഇറ്റ് ട്രൂ? റഹീം ടോൾഡ് മീ, റഹീം പറഞ്ഞു, എന്നോട് പറഞ്ഞു നിങ്ങൾ മാരീഡ് ആണ് എന്ന്, നിങ്ങൾ വിവാഹിതനാണ് എന്ന് പറഞ്ഞു. സോ അത് സത്യമാണോ? ഇസ് ഇറ്റ് ട്രൂ എന്നുള്ളത്. ഓക്കെ, സോ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നില്ല. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ രീതിയിൽ നിങ്ങളുടെ ട്രെയിനറോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫ്രെയിം ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തത്, ഡിഡ് യു മീറ്റ് റഹീം ടുഡേ? നിങ്ങൾ ഇന്ന് റഹീമിനെ കണ്ടുമുട്ടിയോ? ഡിഡ് യു മീറ്റ് റഹീം ടുഡേ? ഇവിടെ ഈ റഹീം എന്നുള്ള ഒരു പേഴ്സണാലിറ്റീനെ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനറോട് അവരുടെ ഫാദറിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടിനെ കുറിച്ചൊക്കെ ചോദിക്കണമെങ്കിൽ ജസ്റ്റ് അവിടെ ഡിഡ് യു മീറ്റ് യുവർ ഫ്രണ്ട് ടുഡേ എന്ന് ചോദിക്കാം. ഓക്കെ, സോ ആ ഒരു രീതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഡിഡ് യു ലൈക്ക് മൈ ഇംഗ്ലീഷ്? At last, after asking all your questions, then you can ask your trainer whether she liked your English or not. Okay, നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതിന് ശേഷം the last question, what you can ask her, what you can ask your trainer is, did you like my English? നിങ്ങൾക്ക് എൻ്റെ ഇംഗ്ലീഷ് ഇഷ്ടമായോ? And you can add something to that, like is it true? യു ഷുഡ് ടെൽ മീ ദി ട്രൂത്ത്. നിങ്ങൾ എന്നോട് സത്യം പറയണം കേട്ടോ, ഡോണ്ട് ലൈ, കളവ് പറയരുത്. ഡിഡ് യു ലൈക്ക് മൈ ഇംഗ്ലീഷ്, ഹൗസ് മൈ ഇംഗ്ലീഷ് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഡിഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പോലെയും ആവും, നിങ്ങളുടെ ലാംഗ്വേജിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്നത് പോലെയും ആവും. ഓക്കെ, സോ ഈ ഒരു ആക്ടിവിറ്റി നെവർ മിസ് ദിസ്. കാരണം കോളിംഗ് ആക്ടിവിറ്റീസ് ആർ ദി മെയിൻ ഹൈലൈറ്റ്സ് ഓഫ് ദി കോഴ്സ്. ഓക്കെ, ഏറ്റവും നമ്മൾ എത്ര തന്നെ പഠിച്ചാലും, എത്ര തന്നെ പ്രാക്ടീസ് ചെയ്താലും, എത്ര തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്താലും, വോയിസ് മെസ്സേജ് അയച്ചാലും, വെൻ യു കോൾ, അവിടെയാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റി. ഓക്കെ, കോളിംഗ് ആണ് ഏറ്റവും മെയിൻ, നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് ആണ് കോളിംഗ് ആക്ടിവിറ്റി ആൻഡ് ദി ലൈവ് സെഷൻ. ഓക്കെ, സോ ഇതിൽ രണ്ടിലും നിങ്ങൾ കറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. സോ ഇനി ഇതല്ലാണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റിയും കൂടെ തരാനുണ്ട്. അത് ട്രാൻസ്ലേറ്റിംഗ് ആക്ടിവിറ്റിയാണ്. നമ്മളിപ്പോൾ ഈയിടെയായിട്ട് 2 ദിവസങ്ങളായിട്ട് പഠിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പഠിച്ച ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തരും. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനർക്ക് അയക്കാം. ഓക്കെ, സോ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് സെൻറ്റൻസ്, നീ എപ്പോഴാണ് എത്തിയത്? നീ എപ്പോഴാണ് എത്തിയത്? സെക്കൻഡ് സെൻറ്റൻസ്, നീ എപ്പോൾ എത്തും? നീ എപ്പോൾ എത്തും? ഓക്കെ. തേർഡ് സെൻറ്റൻസ്, അവൻ എപ്പോഴാണ് പോയത്? അവൻ എപ്പോഴാണ് പോയത്? ഫോർത്ത് സെൻറ്റൻസ്,
അവൻ എപ്പോൾ പോവും? അവൻ എപ്പോൾ പോവും? ഫിഫ്ത്ത് സെൻറ്റൻസ്, നീ എന്താണ് വാങ്ങിയത്? നീ എന്താണ് വാങ്ങിയത്? സിക്സ്ത് സെൻറ്റൻസ്, നീ എന്താ കഴിച്ചത്? നീ എന്താണ് കഴിച്ചത്? സെവൻത്ത് സെൻറ്റൻസ്, നിനക്ക് ആരാണ് ക്യാഷ് തന്നത്? നിനക്ക് ആരാണ് ക്യാഷ് തന്നത്? എയ്ത്ത് സെൻറ്റൻസ്, നിന്നോട് ആരാ പറഞ്ഞത്? നിന്നോട് ആരാണ് പറഞ്ഞത്? നയൻത്ത് സെൻറ്റൻസ്, ആരാണ് ജയിച്ചത്? ആരാണ് ജയിച്ചത്? ടെൻത്ത് സെൻറ്റൻസ്, നീ എന്തിനാ ഈ മൊബൈൽ വാങ്ങിയത്? ഓക്കെ, നീ എന്തിനാണ്, നമ്മൾ പഠിച്ചില്ലേ എന്തിനാണ്, വൈ ഉപയോഗിക്കണം എന്നൊക്കെ. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുക. നീ എന്തിനാണ് ഈ മൊബൈൽ വാങ്ങിയത്? 11th സെൻറ്റൻസ്, നീ എങ്ങനെയാ വന്നത്? നീ എങ്ങനെയാ വന്നത്? ആൻഡ് ദി ലാസ്റ്റ് 12th സെൻറ്റൻസ്, നീ എന്ത് കൊണ്ടുവരും? നീ എന്ത് കൊണ്ടുവരും? സോ ഈ ഒരു 12 സെൻറ്റൻസസ് ആണ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സെൻറ്റൻസസ്. സോ ഇത് നിങ്ങൾ അടിപൊളിയായിട്ട് ഇതിന് മുന്നേ കേട്ട ക്ലാസ്സും എല്ലാം ഓർത്ത് കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ ട്രെയിനറിലേക്ക് അയക്കുക. വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇതിൽ കുറച്ച് സെൻറ്റൻസിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് സെൻറ്റൻസസ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിലുള്ള ആ ഒരു ഡിഫറൻസസ് മനസ്സിലാക്കി ഡിഡും വില്ലൊക്കെ കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് ഈ ഒരു സെൻറ്റൻസസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളുടെ ട്രെയിനറിലേക്ക് അയക്കുക. കൂടെ തന്നെ മറക്കണ്ട, കോളിംഗ് ആക്ടിവിറ്റി ഉള്ള ദിവസമാണ്. കറക്റ്റായിട്ട് കോളിംഗ് ആക്ടിവിറ്റിയും കൂടെ ചെയ്യാം. സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ബൈ.